ക്ലാസ്സിൽ ഐസോടോപ്പ് എന്താണ്, ഐസോബാർ എന്താണ്, അപ്പോൾ ഈ രണ്ട് ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ 9ാം ക്ലാസ്സിൽ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഐസോടോപ്പും ഐസോബാറും. അപ്പോൾ എന്താണ് ഐസോടോപ്പ് എന്നും എന്താണ് ഐസോബാർ എന്നും ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് ചാപ്റ്ററിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ ആക്ടിവിറ്റീസിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? 2 കോളം തന്നിട്ടുണ്ട്. ഈ 2 കോളത്തിൽ ആദ്യത്തെ കോളത്തിൽ കുറച്ച് സയന്റിസ്റ്റിന്റെ പേര്, രണ്ടാമത്തെ കോളത്തിൽ അവരുടെ കോൺട്രിബ്യൂഷനും പറയുന്നുണ്ട്, അവരുടെ സംഭാവനകളും പറയുന്നുണ്ട്. നിങ്ങൾ ചെയ്യാനുള്ള ഇത്ര മാത്രം: ആദ്യത്തെ കോളത്തിൽ നിന്നും മാച്ച് ആയിട്ടുള്ളത് രണ്ടാമത്തെ കോളത്തിൽ നിന്നും സെലക്ട് ചെയ്യണം. അതായത് ഓരോ സയന്റിസ്റ്റിന്റെ നേരെയും അവരുടെ യഥാർത്ഥ കോൺട്രിബ്യൂഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കാം. ഇതാണ് ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ള എല്ലാ സയന്റിസ്റ്റുകളുടെ പേര് നിങ്ങൾക്ക് അറിയായിരിക്കും. എല്ലാവരെയും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ ഇവിടെ തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ചെയ്യാനുള്ളത് കറക്റ്റ് ആയിട്ടുള്ളത് എന്ത് ചെയ്യണം? മാച്ച് ചെയ്യണം. ഓരോ സയന്റിസ്റ്റിന്റെയും കറക്റ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഏതാണെന്ന് മാച്ച് ചെയ്യണം. ഇപ്പൊ ഇവിടെ ഒന്നാമത്തെ സയന്റിസ്റ്റിന്റെ പേര് ജോൺ ഡാൾട്ടൺ. ഈ ജോൺ ഡാൾട്ടന്റെ സംഭാവന എന്താണ്, അല്ലെങ്കിൽ ജോൺ ഡാൾട്ടന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? നമ്മൾ ആദ്യം ഈ ചാപ്റ്ററിന്റെ ആദ്യം പഠിക്കുന്ന കാര്യമാണ് അറ്റോമിക് തിയറി എന്താണെന്ന്, അല്ലെ ആറ്റം സിദ്ധാന്തത്തെ പറ്റി പഠിച്ചു. ഇപ്പൊ ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ആദ്യമായിട്ട് ആറ്റം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ പറ്റി എന്താണ് ശാസ്ത്ര ലോകത്തിനോട് വിളിച്ചു പറഞ്ഞത്. അപ്പൊ എന്താണ് ആറ്റം, അല്ലെങ്കിൽ ആറ്റം കണ്ടുപിടിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. അപ്പൊ അന്ന് അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ആറ്റം സിദ്ധാന്തത്തിന് രൂപം കൊടുത്തു. ഇതിനെയാണ് നമ്മൾ ഡാൾട്ടൺസ് അറ്റോമിക് തിയറി എന്ന് പറയുന്നത്, ഡാൾട്ടന്റെ ആറ്റം സിദ്ധാന്തം. അപ്പൊ ഈ ആറ്റം സിദ്ധാന്തം കൊണ്ടുവന്ന വ്യക്തി ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. ഇപ്പൊ ജോൺ ഡാൾട്ടന് നേരെ ഏത് വരും? അറ്റോമിക് തിയറി വരും. അപ്പൊ അറ്റോമിക് തിയറി എന്ന് പറഞ്ഞാൽ ആറ്റം സിദ്ധാന്തം, മലയാളത്തിൽ ആറ്റം സിദ്ധാന്തം എന്ന് പറയും. അപ്പൊ ഇത് കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. ഇനി രണ്ടാമത്തെ സയന്റിസ്റ്റ് മൈക്കിൾ ഫാരഡേ. അപ്പൊ ഈ രണ്ടാമത്തെ സയന്റിസ്റ്റിന്റെ കേസ് അവിടെ നിൽക്കട്ടെ, നമുക്ക് ബാക്കി രണ്ടും കൂടെ പഠിച്ചിട്ട് ഇതിലോട്ട് വരാം. മൂന്നാമത്തെ വ്യക്തി ആരാണ്? ജെ തോംസൺ. അപ്പൊ ജെ തോംസനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ വ്യക്തി പഠിച്ചു ജോൺ ഡാൾട്ടൺ, ആറ്റം എന്താണ്, അല്ലെങ്കിൽ ആറ്റം എന്ന് പറയുന്ന കൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്ന വ്യക്തി ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. അപ്പൊ ഇദ്ദേഹമാണ് ആദ്യമായിട്ട് ആറ്റത്തിനെ കുറിച്ച് പറയുന്നത്. ആറ്റം എന്താണെന്ന് അല്ലെങ്കിൽ അതിനെ കുറിച്ച് പറയുന്ന വ്യക്തി ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ തിയറിയാണ് അറ്റോമിക് തിയറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആറ്റം സിദ്ധാന്തം എന്ന് മലയാളത്തിൽ പറയും. ഇനി ഈ മൂന്നാമത്തെ സയന്റിസ്റ്റ് ആരാണ്? ജെ തോംസൺ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ആറ്റത്തിനകത്ത് പ്രധാനമായും 3 കണികകളാണുള്ളത്, അല്ലെങ്കിൽ 3 ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ആളാണ് പ്രോട്ടോൺ, രണ്ടാമത്തെ ആൾ ഇലക്ട്രോൺ, മൂന്നാമത്തെ ആൾ ന്യൂട്രോൺ. അപ്പൊ ഈ 3 ടൈപ്പ് പാർട്ടിക്കിൾസ് ആണ് ഒരു ആറ്റത്തിനകത്തുള്ളത്. പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾ പ്രോട്ടോൺ എന്നും, നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിളെ ഇലക്ട്രോൺ എന്നും, അതേപോലെ ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിൾസ് അറിയപ്പെടുന്ന പേരാണ് ന്യൂട്രോൺ. അപ്പൊ ഇങ്ങനെ പ്രധാനമായും 3 ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് ആണ് ഒരു ആറ്റത്തിനകത്തുള്ളത്: പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ് ഉള്ളവയാണ് ഇലക്ട്രോൺ, അതേപോലെ ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിൾസ് ആണ് ന്യൂട്രോൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഈ 3 കണികകൾ ഓരോ സയന്റിസ്റ്റുകളാണ് കണ്ടുപിടിച്ചത്. അതിൽ ഇലക്ട്രോൺ എന്ന് പറയുന്ന പാർട്ടിക്കിൾ നമുക്കറിയാം, ഒരു ആറ്റത്തിനകത്തുള്ള നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിളാണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോൺ കണ്ടുപിടിച്ച വ്യക്തിയാണ് ജെ തോംസൺ. അപ്പൊ പഠിച്ചോളണം, ഇലക്ട്രോൺ കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? ഹൂ ഡിസ്കവേർഡ് ഇലക്ട്രോൺ? ആരാണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്? ആ ഇലക്ട്രോൺ കണ്ടുപിടിച്ച വ്യക്തിയാണ് ജെ തോംസൺ എന്ന് പറയുന്നത്. അപ്പൊ ജെ തോംസന്റെ സംഭാവന എന്താണ്? ഡിസ്കവേർഡ് ഇലക്ട്രോൺ. അപ്പൊ ഇലക്ട്രോൺ കണ്ടെത്തിയ വ്യക്തി ആരാണ്ടാ? ജെ തോംസൺ ആണ്. അപ്പൊ ഈ ജെ തോംസൺ നടത്തിയ ഒരു പരീക്ഷണമുണ്ട്. അപ്പൊ ജെ തോംസന്റെ എന്താണ് ഒരു പരീക്ഷണം, ഒരു എക്സ്പെരിമെന്റ് ഉണ്ട്. അതിന്റെ പേരാണ് പ്ലം പുഡിംഗ് മോഡൽ എന്ന് പറയും. പ്ലം പുഡിംഗ് മോഡൽ. അപ്പൊ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. തൽക്കാലം ഈ ഓരോ പേരുകൾ നിങ്ങൾ പഠിച്ചോളണം. ഓരോരുത്തർ കണ്ടുപിടിച്ച സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ പഠിച്ചോളണം. അപ്പൊ ജെ തോംസൺ എന്ത് കണ്ടുപിടിച്ചു? ഇലക്ട്രോൺ കണ്ടുപിടിച്ചു. ഈ ജെ തോംസൺ നടത്തിയ ഒരു എക്സ്പെരിമെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു പരീക്ഷണമാണ് പ്ലം പുഡിംഗ് മോഡൽ എന്ന് പറയുന്നത്. അതും കൂടെ ഓർത്തോണം.
ഇനി അടുത്ത റൂദർഫോർഡ്. അപ്പൊ റൂദർഫോർഡിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഏണസ്റ്റ് റൂദർഫോർഡ് എന്നാണ് ഫുൾ നെയിം. അപ്പൊ ഈ റൂദർഫോർഡ് എന്താണ് കണ്ടുപിടിച്ചത്? അപ്പൊ ഈ റൂദർഫോർഡിന്റെ സംഭാവന എന്ന് പറയുന്നത് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം ആണ്. പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം, ആറ്റത്തിന്റെ സൗരയുധ മാതൃക എന്ന് പറയും. അപ്പൊ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം അല്ലെങ്കിൽ ഈ ഒരു സംഭാവന ആരുടേതാണ്? റൂദർഫോർഡിന്റെയാണ്. ഇപ്പൊ ഒരു ആറ്റം എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിന്റെ എന്താണ്, അതിന്റെ മോഡൽ എന്താണ്? അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് ആണ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്നത്. അപ്പൊ ഈ റൂദർഫോർഡ് പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു ആറ്റത്തിന് ഒരു സെന്റർ പാർട്ട് ഉണ്ട്, ഒരു കേന്ദ്ര ഭാഗമുണ്ട്. ആ കേന്ദ്ര ഭാഗം അറിയപ്പെടുന്ന പേരാണ് ന്യൂക്ലിയസ്. ഇപ്പൊ ഒരു ആറ്റത്തിന് ഒരു കേന്ദ്ര ഭാഗം അഥവാ സെന്റർ പാർട്ട് ഉണ്ട്. ആ കേന്ദ്ര ഭാഗം അറിയപ്പെടുന്ന പേരാണ് ന്യൂക്ലിയസ്. ഇപ്പൊ നമ്മൾ വരയ്ക്കുന്ന ആ ന്യൂക്ലിയസ് ഇതേപോലെ ഇരിക്കും. ഇപ്പൊ ഏതൊരു ആറ്റം എടുത്താലും അതിനൊരു കേന്ദ്ര ഭാഗമുണ്ട്, ഒരു സെന്റർ പാർട്ട് ഉണ്ട്. ഈ സെന്റർ പാർട്ട് അറിയപ്പെടുന്ന പേരാണ് ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നു? റിവോൾവ് ചെയ്യുന്നു, കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ന്യൂക്ലിയസിന് ചുറ്റും ആര് കറങ്ങിക്കൊണ്ടിരിക്കുന്നു? ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ്. ഈ നെഗറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിൾസ് അറിയപ്പെടുന്ന പേരാണ് ഇലക്ട്രോൺ. ഇപ്പൊ റൂദർഫോർഡ് പറഞ്ഞ കാര്യം ഇതാണ്, ഏതൊരു ആറ്റം എടുത്താലും അതിനൊരു കേന്ദ്ര ഭാഗം ഉണ്ടായിരിക്കും, ഒരു സെന്റർ പാർട്ട് ഉണ്ടായിരിക്കും. ഈ കേന്ദ്ര ഭാഗത്തിന് ചുറ്റും ആര് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നു? ഇലക്ട്രോണുകൾ, നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ വ്യക്തിയാണ് റൂദർഫോർഡ്. ഈ ഒരു മോഡൽ, ഈ ഒരു ആറ്റം മോഡൽ അറിയപ്പെടുന്ന പേരാണ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. അപ്പൊ ഇത് നിങ്ങൾ ഇപ്പൊ പഠിക്കണ്ട, ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞുതരും. ഈ ഓരോ മോഡൽ ഓഫ് ആറ്റം ഞാൻ പറഞ്ഞുതരും. അപ്പൊ ആദ്യം നമ്മൾ പ്ലം പുഡിംഗ് മോഡൽ എന്താണെന്ന് പറഞ്ഞു. ഈ പ്ലം പുഡിംഗ് മോഡൽ കണ്ടുപിടിച്ച വ്യക്തി ജെ തോംസൺ ആണ്. അതേപോലെ ഇലക്ട്രോൺ കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? ജെ തോംസൺ. അതേപോലെ റൂദർഫോർഡിന്റെ സംഭാവനയാണ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. മലയാളത്തിൽ സൗരയുധ മാതൃക എന്ന് പറയും, ആറ്റത്തിന്റെ സൗരയുധ മാതൃക. ഈ പേരുകൾ മാത്രം ഇപ്പൊ പഠിച്ചു പോവുക. അടുത്തത് മൈക്കിൾ ഫാരഡെ. അപ്പൊ ഈ മൈക്കിൾ ഫാരഡെ കണ്ടുപിടിച്ച സംഭവമാണ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് എന്ന് പറയും, മലയാളത്തിൽ വൈദ്യുത വിശ്ലേഷണ നിയമം. ലോ ഓഫ് ഇലക്ട്രോളിസിസ്, വൈദ്യുത വിശ്ലേഷണ നിയമം. അത് ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേമാണ്, കറണ്ടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ടേമാണ്. 10ാം ക്ലാസ്സിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും എന്താണ് ഇലക്ട്രോളിസിസ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പ്രധാനമായി ഒരു സെല്ലൊക്കെ പഠിക്കാനുണ്ട്. നമ്മൾ ഇലക്ട്രോലൈറ്റിക് സെൽ എന്നൊക്കെ പറയും. അത് നമുക്ക് അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഈ ടേം മാത്രം ഇപ്പം പഠിക്കുക. ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇതുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് പഠിക്കാനൊന്നുമില്ല. എന്താണ് ഇലക്ട്രോളിസിസ് എന്നൊന്നും പഠിക്കാനൊന്നുമില്ല. ഈ ടേം നിങ്ങൾ പഠിക്കുക. അപ്പൊ മൈക്കിൾ ഫാരഡെ കണ്ടുപിടിച്ച സംഭവമാണ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്, വൈദ്യുത വിശ്ലേഷണ നിയമം എന്ന് പറയും. അപ്പൊ ഇത്രയാണ് ഇവിടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ. ഇപ്പൊ ഒരു ആറ്റത്തിനകത്ത് പ്രധാനമായും 3 ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് ഉണ്ട്, 3 കണികകളാണുള്ളത്. പോസിറ്റീവ് ചാർജ് ഉള്ളവ പ്രോട്ടോൺ എന്നറിയപ്പെടുന്നു, നെഗറ്റീവ് ചാർജ് ഉള്ളവ ഇലക്ട്രോൺ എന്നറിയപ്പെടുന്നു, ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിൾ ന്യൂട്രോൺ എന്നും അറിയപ്പെടുന്നു. ഈ ഓരോ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് കണ്ടുപിടിച്ചത് ഓരോ വ്യക്തിയാണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ച വ്യക്തി ആരെന്ന് നമ്മൾ പഠിച്ചു. ഇലക്ട്രോൺ കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേരാണ് ജെ തോംസൺ. അപ്പൊ ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. അങ്ങനെയാണെങ്കിൽ ആരാണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത്? ഒരു ആറ്റത്തിനകത്തുള്ള പോസിറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിൾ ആണ് പ്രോട്ടോൺ. ഈ പ്രോട്ടോൺ കണ്ടുപിടിച്ച ആരാണ്? പ്രോട്ടോൺ കണ്ടുപിടിച്ച വ്യക്തി റൂദർഫോർഡ് ആണ്. പഠിച്ചോളാം. അപ്പൊ ഏണസ്റ്റ് റൂദർഫോർഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് പ്രോട്ടോൺ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ പ്രോട്ടോണിന്റെ സാന്നിധ്യം മനസ്സിലാക്കിയത്. അങ്ങനെയാണെങ്കിൽ ന്യൂട്രോൺ കണ്ടുപിടിച്ച ആരാണ്? ഒരു ആറ്റത്തിനകത്തുള്ള ചാർജ് ഇല്ലാത്ത കണങ്ങളാണ് ന്യൂട്രോൺ എന്ന് നമ്മൾ പഠിച്ചു. ഈ ന്യൂട്രോണുകൾ കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? ആ വ്യക്തിയുടെ പേരാണ് ജെയിംസ് ചാഡ്വിക്. ജെയിംസ് ചാഡ്വിക് 1932 അദ്ദേഹം ന്യൂട്രോൺ കണ്ടുപിടിക്കുന്നത്. അപ്പൊ വർഷം കൂടെ ഓർത്തിരിക്കണം. 1932 അദ്ദേഹം എന്ത് ചെയ്തത്? ന്യൂട്രോൺ എന്ന് പറയുന്നത്, ഒരു ആറ്റത്തിനകത്തുള്ള ചാർജ് ഇല്ലാത്ത കണങ്ങളാണ് ന്യൂട്രോൺ എന്ന് പറയുന്നത്. ഈ ന്യൂട്രോൺ കണ്ടുപിടിച്ച വ്യക്തിയാണ് ജെയിംസ് ചാഡ്വിക് 1932. അപ്പൊ ഇത്രയാണ് നമ്മൾ ഓരോ കോൺട്രിബ്യൂഷൻ പറഞ്ഞത്. ഇത് നല്ലതുപോലെ പഠിക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ കാണും. എല്ലാ എക്സാമിനും നമുക്ക് മാച്ച് ദ ഫോളോയിങ് എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അത് എപ്പോഴും ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് തരുന്നത്. അപ്പൊ ഈ ഫസ്റ്റ് പാഠവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കണം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഈ ബോർ ആറ്റം മോഡൽ. മലയാളത്തിൽ ബോർ ആറ്റം മാതൃക എന്ന് പറയും. ബോർ ആറ്റം മാതൃക.
അപ്പൊ എന്താണ് ഈ ബോർ ആറ്റം മോഡൽ? നമ്മൾ ഈ പാഠത്തിൽ എന്താണ് പഠിക്കുന്നത്? ഒരു ആറ്റത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. അതായത് ഒരു ആറ്റം ഘടനാപരമായി എങ്ങനെയാണ്, ഒരു ആറ്റത്തിന്റെ സ്ട്രക്ചർ എന്താണ്. അപ്പൊ പാഠത്തിന്റെ പേര് അതാണ്, സ്ട്രക്ചർ ഓഫ് ആറ്റം. ഒരു ആറ്റം ഘടനാപരമായി എങ്ങനെയാണ്, ഒരു ആറ്റം നമ്മൾ വരച്ചാൽ അത് എങ്ങനെയിരിക്കും. അപ്പൊ ഇതിനെക്കുറിച്ച് ഓരോ സയന്റിസ്റ്റുകളും പറഞ്ഞ കൺസെപ്റ്റ് അല്ലെങ്കിൽ അവരുടെ ഓരോ കോൺട്രിബ്യൂഷൻ, ഓരോ സംഭാവനകളാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ആദ്യമായിട്ട് ഒരു ആറ്റത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ആറ്റം എന്ന് പറയുന്ന കൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്ന വ്യക്തി ആരാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ജോൺ ഡാൾട്ടൺ ആണ്. ഇപ്പൊ ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ആദ്യമായിട്ട് ആറ്റത്തിനെ കുറിച്ച് പറഞ്ഞത്. അല്ലെങ്കിൽ ആറ്റം കണ്ടുപിടിച്ച വ്യക്തി ആരെന്ന് വെച്ചാൽ അത് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. അപ്പൊ അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി ചേർത്തുകൊണ്ട് ഒരു ആറ്റം സിദ്ധാന്തത്തിന് രൂപം കൊടുത്തു, അല്ലെങ്കിൽ ഒരു അറ്റോമിക് തിയറിക്ക് രൂപം കൊടുത്തു. ആ തിയറി അറിയപ്പെടുന്ന പേരാണ് ഡാൾട്ടന്റെ ആറ്റം സിദ്ധാന്തം, ഡാൾട്ടൻസ് അറ്റോമിക് തിയറി എന്ന് പറയും. അപ്പൊ ഈ അറ്റോമിക് തിയറി അല്ലെങ്കിൽ ആറ്റം സിദ്ധാന്തം കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു. ഈ ജോൺ ഡാൾട്ടൺ നമുക്കറിയാം വളരെ മുൻപത്തെ കാലം, വളരെ പണ്ട് കാലത്ത് നടന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ കുറെയൊക്കെ ശരിയായിരുന്നു, കുറെയൊക്കെ തെറ്റുമായിരുന്നു. അപ്പൊ എല്ലാം നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. പക്ഷെ അന്നത്തെ കാലം ആയതുകൊണ്ട് തന്നെ ആറ്റത്തിനെ കുറിച്ച് ഇത്രയും പറഞ്ഞത് അത് വലിയ ഒരു മഹത്തായ കണ്ടുപിടുത്തം തന്നെയായിരുന്നു. അപ്പൊ ഇതിനു ശേഷം, അതായത് ജോൺ ഡാൾട്ടന് ശേഷം വന്ന മറ്റൊരു സയന്റിസ്റ്റ് ആണ് ജെ ജെ തോംസൺ എന്ന് പറയുന്നത്. ജെ ജെ തോംസൺ. ഈ ജെ ജെ തോംസന് ശേഷം വന്ന മറ്റൊരു സയന്റിസ്റ്റ് ആണ് ഏണസ്റ്റ് റൂദർഫോർഡ്. ഏണസ്റ്റ് റൂദർഫോർഡ്. അപ്പൊ ഈ സയന്റിസ്റ്റുകളെല്ലാം ആ കാലഘട്ടത്തില് ആറ്റങ്ങളെ കുറിച്ച് പറഞ്ഞ വ്യക്തികളാണ്, അല്ലെങ്കിൽ ആറ്റത്തിനെ കുറിച്ച് കുറെ കൺസെപ്റ്റ് പറഞ്ഞ വ്യക്തികളാണ്. ഈ ഏണസ്റ്റ് റൂദർഫോർഡിന് ശേഷം മറ്റൊരു സയന്റിസ്റ്റ് വരികയുണ്ടായി. ആ സയന്റിസ്റ്റിന്റെ പേരാണ് നീൽസ് ബോർ എന്ന് പറയുന്നത്. നീൽസ് ബോർ. അപ്പൊ ഇത്രയും സയന്റിസ്റ്റുകളുടെ പേരാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇപ്പൊ ജോൺ ഡാൾട്ടന്റെ കേസ് ഞാൻ പറഞ്ഞു, ആറ്റം സിദ്ധാന്തം അറ്റോമിക് തിയറി കണ്ടുപിടിച്ച വ്യക്തി ജോൺ ഡാൾട്ടൺ ആണ്. ജെ ജെ തോംസനെ കുറിച്ച് ഞാൻ പറഞ്ഞത്, ജെ ജെ തോംസൺ ഒരു ആറ്റം മോഡൽ തന്നെ ഉണ്ടല്ലേ, അദ്ദേഹം പ്രസ്താവിച്ച ഒരു ആറ്റം മാതൃകയുണ്ട്. ആ ആറ്റം മാതൃക അറിയപ്പെടുന്ന പേരാണ് പ്ലം പുഡിംഗ് മോഡൽ. പ്ലം പുഡിംഗ് മോഡൽ. ഈ പ്ലം പുഡിംഗ് മോഡൽ എന്ന് പറയുന്ന ആറ്റം മാതൃക, ആ ഒരു ആറ്റം മോഡൽ കൊണ്ടുവന്ന വ്യക്തി ആരാണ്? ജെ ജെ തോംസൺ ആണ്. അതേപോലെ ഈ ജെ ജെ തോംസന്റെ മറ്റൊരു മഹത്തായ കണ്ടുപിടുത്തമാണ് നമ്മൾ പഠിച്ചു, ഒരു ആറ്റത്തിനകത്ത് പ്രധാനമായും 3 ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് ഉണ്ട്. 3 പ്രാഥമിക കണങ്ങൾ, അടിസ്ഥാന കണങ്ങളുണ്ട്. പ്രോട്ടോൺ, അതേപോലെ ഇലക്ട്രോൺ, ന്യൂട്രോൺ. ഒരു ആറ്റത്തിനകത്തുള്ള 3 ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് ആണ് പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. ഈ ഇലക്ട്രോൺ എന്ന് പറയുന്ന പാർട്ടിക്കിൾ, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? ജെ ജെ തോംസൺ ആണ്. അപ്പൊ ജെ ജെ തോംസന്റെ കേസിൽ നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞു. നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ കണ്ടുപിടിച്ച ആരാണ്? ജെ ജെ തോംസൺ ആണ്. പ്ലം പുഡിംഗ് മോഡൽ എന്ന് പറയുന്ന ആറ്റം മോഡൽ കൊണ്ടുവന്ന വ്യക്തി ആരാണ്? ജെ ജെ തോംസൺ ആണ്. ഇനി അടുത്ത്, അതായത് ജെ ജെ തോംസന് ശേഷം വന്ന മറ്റൊരു സയന്റിസ്റ്റ് ആണ് ഏണസ്റ്റ് റൂദർഫോർഡ് എന്ന് പറയുന്നത്. അപ്പൊ ഓരോരുത്തരും അവരുടേതായ കോൺട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്, ഓരോരോ സംഭാവനകൾ തന്നിട്ടുണ്ട്. ജെ ജെ തോംസന് ശേഷം വന്ന മറ്റൊരു സയന്റിസ്റ്റ് ആണ് ഏണസ്റ്റ് റൂദർഫോർഡ്. ഈ റൂദർഫോർഡ് എന്താണ് കണ്ടുപിടിച്ചത്? നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റിനകത്തൊരു ഒരു ഓർമ്മ നമുക്ക് മാച്ച് ചെയ്യാനുണ്ടായിരുന്നു. പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം, ഒരു ആറ്റത്തിന്റെ സൗരയുധ മാതൃക. അതായത് സൂര്യനും ഗ്രഹങ്ങളും, സണ്ണും പ്ലാനറ്റ്സും. നമുക്കറിയാം സൂര്യൻ ചുറ്റും ആര് കറങ്ങുന്നുണ്ട്? റിവോൾവ് ചെയ്യുന്നുണ്ട്. ഗ്രഹങ്ങൾ, പ്ലാനറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? റിവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് ഒരു ആറ്റത്തിന്റെ കേസും. അതായത് സൂര്യന് ചുറ്റും പ്ലാനറ്റ്സ് എങ്ങനെയാണോ റിവോൾവ് ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് ഒരു ആറ്റത്തിന്റെ കേസിൽ നടക്കുന്നത്. അപ്പോൾ ഒരു ആറ്റത്തിന് എന്തുണ്ട്? സെന്റർ പാർട്ട് ഉണ്ട്. ഒരു ആറ്റത്തിന് സെന്റർ പാർട്ട് ഉണ്ട്, കേന്ദ്രഭാഗമുണ്ട്. ഈ കേന്ദ്രഭാഗത്തിന് ചുറ്റും ആര് കറങ്ങിക്കൊണ്ടിരിക്കുന്നു? നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നു? കറങ്ങിക്കൊണ്ടിരിക്കുന്നു, റിവോൾവ് ചെയ്യുന്നു. ഒരു ആറ്റത്തിന് സെന്റർ പാർട്ട് ഉണ്ട്, ഒരു കേന്ദ്രഭാഗമുണ്ട്. ഈ കേന്ദ്രഭാഗം അറിയപ്പെടുന്ന പേരാണ് ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിന് ചുറ്റും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നു? റിവോൾവ് ചെയ്യുന്നു, കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്ന വ്യക്തി
ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഈ ഒരു ആറ്റം മോഡൽ അറിയപ്പെടുന്ന പേരാണ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം, ആറ്റത്തിന്റെ സൗരയുധ മാതൃക. അപ്പൊ നിങ്ങൾ ആ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, സൗരയുധത്തിനോടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, അദ്ദേഹത്തിന്റെ ആറ്റം മോഡൽ ഉപമിച്ചത് അല്ലേ. അതായത് നമ്മുടെ സോളാർ സിസ്റ്റം എങ്ങനെയാണോ, സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് എങ്ങനെയാണോ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഒരു ആറ്റത്തിന്റെ കേസിൽ നടക്കുന്നത്. അവിടെ സൂര്യന് പകരം ആരാണ്, ന്യൂക്ലിയസ് ആണ്. അതേപോലെ പ്ലാനറ്റ്സിന് പകരം, ഗ്രഹങ്ങൾക്ക് പകരം ആരാണ്, ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് ഒരു ആറ്റത്തിന്റെ കേസിൽ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഏണസ്റ്റ് റൂദർഫോർഡ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആറ്റം മോഡല് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്ന് അറിയപ്പെടാൻ കാരണം, അല്ലെങ്കിൽ സൗരയുധ മാതൃക എന്ന് അറിയപ്പെടാൻ കാരണം. അതുപോലെ ഏണസ്റ്റ് റൂദർഫോർഡ് കൊണ്ടുവന്ന മറ്റൊരു കൺസെപ്റ്റാണ് നമ്മൾ പഠിച്ചു, ഒരു ആറ്റത്തിനകത്തുള്ള പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിളാണ് പ്രോട്ടോൺ എന്നറിയപ്പെടുന്നത്. ഈ പ്രോട്ടോൺ കണ്ടുപിടിച്ച വ്യക്തി ആരാണ്, ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. അപ്പൊ റൂദർഫോർഡിന്റെ കേസിൽ രണ്ട് കാര്യങ്ങൾ ഇപ്പം പറഞ്ഞു. ഒന്ന് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം, സൗരയുധ മാതൃക കൊണ്ടുവന്ന ആരാണ്, ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. അതുപോലെ ഒരു ആറ്റത്തിനകത്തുള്ള പോസിറ്റീവ് ചാർജുള്ള കണങ്ങൾ, പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിളാണ് പ്രോട്ടോൺ എന്ന് പറയുന്നത്. ഈ പ്രോട്ടോൺ കണ്ടുപിടിച്ച ആരാണ്, ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ ഇവിടെ പറഞ്ഞു ഒരു ആറ്റത്തിന് സെന്റർ പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊരു ആറ്റം എടുത്താലും അതിനൊരു കേന്ദ്രഭാഗം ഉണ്ടായിരിക്കും, ഒരു സെന്റർ പാർട്ട് ഉണ്ടായിരിക്കും. ആ കേന്ദ്രഭാഗം അറിയപ്പെടുന്ന പേരാണ് ന്യൂക്ലിയസ് എന്ന് പഠിച്ചു. ഈ ന്യൂക്ലിയസ് കണ്ടുപിടിച്ച വ്യക്തി ആരാണ്, ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. അപ്പൊ മൂന്ന് കാര്യങ്ങളാണ് റൂദർഫോർഡിന്റെ കേസിൽ പഠിക്കാനുള്ളത്. പ്രോട്ടോൺ കണ്ടുപിടിച്ചു, ഒരു ആറ്റത്തിന്റെ സെന്റർ പാർട്ട് ന്യൂക്ലിയസ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം, സൗരയുധ മാതൃക, ഇത് കൊണ്ടുവന്ന വ്യക്തി ആരാണ്, ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഇപ്പൊ ഈ റൂദർഫോർഡിന് ശേഷം വന്ന മറ്റൊരു സയന്റിസ്റ്റ് ആണ് നീൽസ് ബോർ എന്ന് പറയുന്നത്. ഇപ്പൊ നീൽസ് ബോർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഒരു ആറ്റത്തിന്റെ മോഡൽ എങ്ങനെയായിരിക്കും, ഒരു ആറ്റത്തിന്റെ മാതൃക എങ്ങനെയായിരിക്കും. ഇപ്പൊ ഒരു ആറ്റം മോഡലിനെ പറ്റി കറക്റ്റായിട്ട് പ്രസ്താവിച്ച ഒരു വ്യക്തിയായിരുന്നു നീൽസ് ബോർ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ആറ്റത്തിന്റെ മാതൃകയെ പറ്റി കറക്റ്റായിട്ട് പ്രസ്താവിച്ച വ്യക്തിയാണ് നീൽസ് ബോർ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആറ്റം മോഡലാണ് ലോകം മൊത്തം അംഗീകരിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ആണ് ലോകം മൊത്തം അംഗീകരിച്ചത്. ഇദ്ദേഹമാണ് കറക്റ്റായിട്ട് ഒരു ആറ്റത്തിന്റെ മോഡൽ പറഞ്ഞത്. ഒരു ആറ്റം എങ്ങനെയായിരിക്കും, ഘടനാപരമായി ഒരു ആറ്റം എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ സ്ട്രക്ചർ എങ്ങനെയാണ്, അതിനെപ്പറ്റി കറക്റ്റായിട്ട് ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്ന വ്യക്തിയാണ് നീൽസ് ബോർ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞത്, അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആറ്റം മോഡൽ അറിയപ്പെടുന്ന പേരാണ് ബോർ ആറ്റം മോഡൽ എന്ന് പറയുന്നു. ബോർ ആറ്റം മാതൃക എന്ന് മലയാളത്തിൽ പറയും. അപ്പൊ എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്, അതിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കണം. ജെ തോംസൺ, ഏണസ്റ്റ് റൂദർഫോർഡ്, അതേപോലെ ജോൺ ഡാൾട്ടൺ, പിന്നെ മറ്റൊരു വ്യക്തിയുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു ആറ്റത്തിനകത്തുള്ള മറ്റൊരു പാർട്ടികളാണ് ന്യൂട്രോൺ എന്ന് പറയുന്നത്, നെഗറ്റീവ് ചാർജുള്ള ന്യൂട്രോൺ. ഈ ന്യൂട്രോൺ കണ്ടുപിടിച്ച വ്യക്തി ആരാണ്, ജെയിംസ് ചാഡ്വിക് ആണ്. അപ്പൊ 1932 ന്യൂട്രോൺ കണ്ടുപിടിക്കുന്നത്. ഈ ന്യൂട്രോണിന്റെ കണ്ടുപിടുത്തത്തിന് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്, നോബൽ സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത്രയ്ക്ക് മഹത്തരമായ ഒരു കണ്ടുപിടുത്തമായിരുന്നു ന്യൂട്രോണിന്റെ കണ്ടുപിടുത്തം. ഒരു ആറ്റത്തിനകത്ത് പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണിനെ പോലെയും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിനെ പോലെയും അത് കൂടാതെ തന്നെ ചാർജ് ഇല്ലാത്ത കണങ്ങളും ഉണ്ട് എന്ന് കണ്ടുപിടിച്ച വ്യക്തിയാണ് ജെയിംസ് ചാഡ്വിക്. 1932 അദ്ദേഹം ന്യൂട്രോൺ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ ഓരോ കോൺട്രിബ്യൂഷൻ പഠിച്ചതാണ്, ഓരോ കാര്യങ്ങൾ ആരാണ് കണ്ടുപിടിച്ചതെന്ന് മനസ്സിലായിക്കോണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് ബോർ ആറ്റം മോഡൽ എന്താണെന്ന് പഠിക്കാൻ പറ്റുള്ളൂ. എന്തായാലും പരീക്ഷയ്ക്ക് ഇവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കാണാം. ഒരു ആറ്റത്തിന്റെ ബോർ ആറ്റം മോഡൽ വരയ്ക്കാൻ പറയും. നമ്മൾ വരയ്ക്കാനുള്ള കേസാണ്. ഒരു ആറ്റം മോഡൽ നമ്മൾ വരയ്ക്കണം. അപ്പൊ നമ്മൾ ഒരു ആറ്റം വരയ്ക്കുന്നത് ഏത് കൺസെപ്റ്റിനെ വെച്ചിട്ടാണ്, നീൽസ് ബോർ പറഞ്ഞ കാര്യങ്ങളെ വെച്ചിട്ടാണ് നമ്മൾ ആറ്റം മോഡൽ വരയ്ക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്, എല്ലാവരും അംഗീകരിച്ച ആറ്റം മോഡൽ ആരുടേതാണ്, നീൽസ് ബോർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് കൊണ്ടുവന്ന ആറ്റം മോഡലാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വെച്ചാണ് നമ്മൾ ആറ്റം വരയ്ക്കുന്നത്, ഒരു ആറ്റത്തിന്റെ മോഡൽ വരയ്ക്കുന്നത്. അത് നമുക്ക് ഇനി പഠിക്കാം.